കളിസ്ഥലം, കുട്ടിയുടെ ബുദ്ധി, ആത്മവിശ്വാസം, ഉത്കണ്ഠ ഇവ തമ്മിൽ ഒരു ആഴമേറിയ ബന്ധമുണ്ട്. അതാണ് ഇന്നത്തെ വിഷയം. ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് സാധ്യതകളുടെ ലോകം, അതായത് അഫോർഡൻസ് എന്താണെന്നാണ്. ലളിതമായി പറഞ്ഞാൽ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സാഹചര്യം നമുക്ക് എന്ത് ചെയ്യാൻ അവസരം നൽകുന്നു എന്നതാണത്. ഒരു പ്ലാസ്റ്റിക് സ്ലൈഡ് നോക്കൂ. അതിൽ കുട്ടിക്ക് ആകെ ചെയ്യാവുന്ന കാര്യം മുകളിലേക്ക് കയറുക, താഴേക്ക് വരിക. ഇതൊരു ലോ അഫോർഡൻസ് വസ്തുവാണ്. ഒരേ ഒരു ക്ലൈമാക്സ് മാത്രമുള്ള സിനിമ പോലെയാണത്. എത്ര കണ്ടാലും കഥ മാറില്ല. ഇവിടെ കുട്ടി വെറും ഒരു ഉപഭോക്താവ് മാത്രമാണ്, സ്രഷ്ടാവല്ല. ഇനി കുറച്ച് മണ്ണ്, പഴയ ടയറുകൾ, മരത്തടികൾ എന്നിവയുള്ള ഒരിടം സങ്കല്പിക്കൂ. അതൊരു ഹൈ അഫോർഡൻസ് സാഹചര്യമാണ്. ആ മരത്തടി കുട്ടിക്ക് ഒരു റോക്കറ്റ് ആകാം, പാലമാകാം, അല്ലെങ്കിൽ ഒരു പർവ്വതമാകാം. അവിടെ നിയമങ്ങളില്ല, ഭാവനയ്ക്ക് അതിരുകളില്ല. ഇത്തരം സാഹചര്യങ്ങളിലാണ് കുട്ടിയുടെ തലച്ചോറിലെ പ്രോബ്ലം സോൾവിംഗ് കഴിവും സർഗാത്മകതയും ഏറ്റവും കൂടുതൽ വികസിക്കുന്നത്. ഒരു കളറിംഗ് ബുക്കിൽ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിത്രത്തിന് നിറം കൊടുക്കുന്ന ഒരു കുട്ടിയേക്കാൾ ഒറിജിനൽ തിങ്കിങ് ഉണ്ടാവുക ഒരു വൈറ്റ് ക്യാൻവാസിൽ സ്വന്തമായി ചിത്രം വരയ്ക്കുന്ന കുട്ടിക്കായിരിക്കും. ശരി, സർഗാത്മകതയൊക്കെ കൊള്ളാം, പക്ഷേ സുരക്ഷ വേണ്ടേ എന്ന ചോദ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടാകാം. എന്നാൽ പഠനങ്ങൾ പറയുന്നത് മറ്റൊന്നാണ്. കുട്ടികൾക്ക് പലപ്പോഴും ഗുരുതരമായ പരിക്കുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആധുനികമായ സുരക്ഷിത പാർക്കുകളിലാണ്, അല്ലാതെ സ്വാഭാവികമായ മൺകൂനകളിലല്ല. ഇതിനെ റിസ്ക് കോമ്പൻസേഷൻ തിയറി എന്ന് വിളിക്കുന്നു. നമ്മുടെ തലച്ചോറിന്റെ ഒരു രീതി ഇങ്ങനെയാണ്: ചുറ്റുപാട് അതീവ സുരക്ഷിതമാണെന്ന് തോന്നിയാൽ തലച്ചോറിന്റെ ജാഗ്രത കുറയും. ഉദാഹരണത്തിന്, മികച്ച എയർ ബാഗുകളും ബ്രേക്കുകളുമുള്ള കാർ ഓടിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ വേഗത കൂട്ടും. കാരണം അവിടെ നമുക്കൊരു തെറ്റായ സുരക്ഷിതത്വ ബോധമുണ്ട്. ഇതേപോലെയാണ് പാർക്കുകളും. തറയിൽ റബ്ബർ ഷീറ്റുകളുണ്ടെന്ന ബോധം കുട്ടിയുടെ ശ്രദ്ധ കുറക്കുന്നു. എന്നാൽ ഒരു മരത്തടിയുടെ മുകളിലൂടെ നടക്കുമ്പോൾ കുട്ടി അതീവ ജാഗ്രതയുള്ളവനാണ്. അവന്റെ നാഡീവ്യൂഹം ആ റിസ്ക് കൃത്യമായി കണക്കുകൂട്ടി ശരീരത്തിന് സിഗ്നലുകൾ നൽകുന്നു. കുട്ടിയുടെ സെൽഫ് അവയർനെസ്സും ബാലൻസും എല്ലാം അവിടെയാണ് ജനിക്കുന്നത്. വീഴാൻ പോകുമ്പോൾ സ്വയം ബാലൻസ് കണ്ടെത്തുന്നത് ഒരു ശാരീരിക വിജയം മാത്രമല്ല, മറിച്ച് എനിക്ക് ചെയ്യാൻ കഴിയും എന്ന വലിയ ആത്മവിശ്വാസത്തിന്റെ ആദ്യ പടിയാണ്. ഇന്നത്തെ കുട്ടികളിൽ ആങ്സൈറ്റി കൂടുന്നതിന്റെ ഒരു കാരണം അവർ ഇത്തരം ചെറിയ റിസ്കുകൾ നേരിടാത്തതാണ്. ഇതിനെ സൈക്കോളജിക്കൽ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് വിളിക്കാം. നമ്മുടെ ശാരീരിക പ്രതിരോധ ശേഷി വളരണമെങ്കിൽ ബാക്ടീരിയകളുമായി സമ്പർക്കം വരണമെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ മാനസിക കരുത്ത് വളരണമെങ്കിൽ ചെറിയ തോതിലുള്ള വെല്ലുവിളികൾ നേരിടണം. കുട്ടി ഒരു മരത്തടിയിൽ നടക്കുമ്പോൾ അനുഭവപ്പെടുന്ന ചെറിയ ഭയം, ഞാൻ വീഴുമോ എന്ന തോന്നൽ, അതിനെ അതിജീവിക്കുമ്പോൾ തലച്ചോറിലെ ഉത്കണ്ഠ നിയന്ത്രിക്കാനുള്ള പേശികൾ കരുത്താർജിക്കുന്നു. നല്ല സുരക്ഷയോടെ അക്വേറിയത്തിൽ വളർന്ന ഒരു മീനിനെ സങ്കല്പിക്കും. അതിനെ പെട്ടെന്ന് കടലിലേക്ക് ഇട്ടാൽ അതിജീവനം അസാധ്യമായിരിക്കും. എന്നാൽ കടലിൽ വളർന്ന മീനിന് തിരമാലകളെയും ഒഴുക്കിനെയും അറിയാം. നമ്മൾ കുട്ടികൾക്ക് ചുറ്റും സ്നേഹത്തിന്റെ പേരിൽ തീർക്കുന്ന ഈ സുരക്ഷാ വലയം അവരെ യഥാർത്ഥ ലോകത്തിന് മുന്നിൽ ദുർബലരാക്കുകയാണ് ചെയ്യുന്നത്. കുട്ടിക്കാലത്തെ ഒരു ചെറിയ വീഴ്ചയെ നേരിടാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ മുതിർന്നവരാകുമ്പോൾ ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളെ നേരിടാൻ അവർക്ക് എങ്ങനെ കഴിയും? ഇതൊരു പുതിയ ട്രെൻഡല്ല. ഇതിന് 90-ലധികം വർഷം പഴക്കമുണ്ട്. 1930-കളിൽ ഡെൻമാർക്കിലെ ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്റ്റായ കാൾ തിയോഡർ സോറൻസൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. അദ്ദേഹം വളരെ പെർഫെക്റ്റായി ഡിസൈൻ ചെയ്ത പാർക്കുകളിൽ കളിക്കാൻ കുട്ടികൾ ഇഷ്ടപ്പെടുന്നില്ല. പകരം അവർ നിർമ്മാണ സ്ഥലങ്ങളിലെ ഇഷ്ടിക കൂനകളിലും മണലിലുമാണ് സമയം ചെലവഴിക്കുന്നത്. അങ്ങനെയാണ് ജങ്ക് പ്ലേ ഗ്രൗണ്ട് എന്ന വിപ്ലവകരമായ ആശയം വരുന്നത്. ഇന്ന് ലണ്ടനിലും ടോക്കിയോയിലുമുള്ള പല പ്രമുഖ പാർക്കുകളിലും കുട്ടികൾക്ക് മണ്ണ് കുഴിക്കാനും മരം കൊണ്ട് സ്വന്തമായി നിർമ്മാണങ്ങൾ നടത്താനും തീ കൊണ്ട് കളിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. അവിടെയുള്ള പ്ലേ വർക്കേഴ്സ് കുട്ടികൾക്ക് ജീവഹാനി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇടപെടുകയുള്ളൂ. ഒരു ചെറിയ പോറൽ വന്നാൽ അത് ഉണങ്ങും. എന്നാൽ ഈ അപകടങ്ങളെ നേരിടാനുള്ള കഴിവ് അവർക്ക് ആജീവനാന്തം ഗുണം ചെയ്യും. ഇതെല്ലാം പറയുവാൻ എളുപ്പമാണ്, പക്ഷേ സ്വന്തം കുട്ടിയുടെ കാര്യം വരുമ്പോൾ പ്രായോഗികമായി ചെയ്യുക എന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അമിത ഉത്കണ്ഠയുള്ള മാതാപിതാക്കൾക്ക് എങ്ങനെയാണ് ഒറ്റയടിക്ക് ഈ ഭയം മാറ്റിവെച്ച് തങ്ങളുടെ കുട്ടികളെ സ്വതന്ത്രമായി കളിക്കാൻ വിടാൻ സാധിക്കുക? തീർച്ചയായും അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. നമ്മൾ പെട്ടെന്നൊരു ദിവസം കുട്ടിയെ കൊണ്ടുപോയി ഒരു കാട്ടിൽ വിടണമെന്നല്ല ഇതിനർത്ഥം. ഇവിടെ മാതാപിതാക്കൾ ഓർക്കേണ്ട കളിയുടെ 3 പ്രധാന ഘടകങ്ങളുണ്ട്: സ്വാതന്ത്ര്യം, പുതുമ, പിന്നെ സമയം. കുട്ടികൾക്ക് സ്വതന്ത്രമായി കാര്യങ്ങൾ കണ്ടെത്താനും കളിക്കാനും നമ്മൾ അവർക്ക് ആവശ്യത്തിന് സമയം നൽകണം. ഇത് ചെയ്യൂ, അത് ചെയ്യൂ എന്നൊക്കെ പറയാതെ യാതൊരു കണ്ടീഷൻസും ഇല്ലാതെ അവരുടെ ഇഷ്ടത്തിന് കളിക്കാൻ അവർക്ക് സമയം നൽകുക. രണ്ടാമതായി പുതുമ. എപ്പോഴും ഒരേ പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങൾ നൽകുന്നതിന് പകരം ഒരു കാർഡ്ബോർഡ് പെട്ടിയോ മണ്ണോ കുറച്ച് വെള്ളമോ ഒക്കെ നൽകി നോക്കൂ. അത് അവരുടെ തലച്ചോറിന് വലിയ ഉത്തേജനം നൽകും, അവരുടെ ഭാവനയെ ഉണർത്തും. മൂന്നാമതായി സമയം. കുട്ടികൾ വളരെ ആഴത്തിൽ, അതായത് ഒരു ഡീപ് ഫ്ലോ സ്റ്റേറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടക്ക് കയറി അവരെ ശല്യപ്പെടുത്താതിരിക്കുക. ആ സമയം അവർക്ക് ഭയങ്കര വിലപ്പെട്ടതാണ്. ഇവിടെ അമിതമായി ഉത്കണ്ഠ അനുഭവപ്പെടുന്ന മാതാപിതാക്കൾക്ക് ചെയ്യാവുന്ന ഏറ്റവും ഫലപ്രദമായ കാര്യം ദൂരെ നിന്ന് മാറി നിന്ന് വീഴരുത്, അവിടെ തുടരുത് എന്നൊക്കെ നിർദ്ദേശങ്ങൾ നൽകുന്നതിന് പകരം
അവരുടെ ആ കളിയിൽ പങ്കുചേരുക എന്നതാണ്. കുട്ടികളോട് എങ്ങനെ കളിക്കണമെന്ന് പറയുന്നതിന് പകരം അവരുടെ കളിയിൽ ഒരു പങ്കാളിയാവുക. കുട്ടികൾക്ക് അത് വലിയൊരു അംഗീകാരമായിട്ടാണ് അനുഭവപ്പെടുക. എന്റെ തീരുമാനങ്ങളെ എന്റെ മാതാപിതാക്കൾ വിശ്വസിക്കുന്നു എന്ന തോന്നൽ അവർക്ക് വലിയ കരുത്ത് നൽകും. നമ്മൾ ചെയ്യേണ്ടത് അവർ സ്വയം നയിക്കുന്ന ആ പ്രക്രിയയെ പുറത്തുനിന്ന് പിന്തുണക്കുക എന്നത് മാത്രമാണ്. അവരുടെ റിസ്ക് എടുക്കാനുള്ള കഴിവിനെ നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങണം. ജീവിതം എന്ന് പറയുന്നത് ആധുനിക സ്ലൈഡ് പോലെ സ്മൂത്തായ ഒന്നല്ല. അത് പരുക്കൻ പാതകളും അപ്രതീക്ഷിത വളവുകളുമുള്ള ഒരു വലിയ സാഹസിക യാത്രയാണ്. ആ യാത്രയ്ക്ക് കുട്ടികളെ പ്രാപ്തരാക്കേണ്ടത് ഇത്തരം കളിമുറ്റങ്ങളിലൂടെയാണ്. സുരക്ഷിതത്വം എന്ന പേരിൽ നമ്മൾ ഒരിക്കലും അവരുടെ സ്വാഭാവികമായ വളർച്ചയെ തടസ്സപ്പെടുത്തരുത്. കുട്ടിക്കാലത്തെ അനിശ്ചിതത്വങ്ങളെ നേരിടാൻ അവരെ സജ്ജരാക്കുന്നത് അവരുടെ ഭാവിയെ കൂടുതൽ സുരക്ഷിതമാക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം നമ്മുടെ ഭയങ്ങളെ കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കുക എന്നതാണ്.